ഹലോ എവറിവൺ, വെൽക്കം ടു PK ലേണിങ്സ്. മൈ നെയിം ഇസ് നിമ്മി. ഇന്ന് നമ്മൾ മൈക്രോബയോളജി ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു മെയിൻ ടോപ്പിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ബാക്ടീരിയ എന്താണെന്നുള്ളത് നോക്കും. എന്നിട്ട് ബാക്ടീരിയയുടെ സ്ട്രക്ചറും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമ്മളുടെ സിലബസിൽ മെയിനായിട്ടും പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോർഫോളജി ആണ്. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ മോർഫോളജി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ബട്ട് നമുക്ക് എന്തും കൂടെ നോക്കാം, ബാക്കി വരുന്ന ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനും കൂടെ ഒന്ന് നോക്കാം, അതർ ബേസിസ്. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് Chinese letter pattern is a characteristic feature of dash. ചൈനീസ് ലെറ്റേഴ്സ് ഇല്ലേ, ആ ചൈനീസ് ലെറ്റേഴ്സിൻ്റെ പാറ്റേൺ പോലെ ഷേപ്പ് അങ്ങനെ ഫീച്ചർ കാണിക്കുന്നത് ഇതിൽ ഏത് ബാക്ടീരിയ ആണെന്നാണ്. ഓപ്ഷൻ എ വിബ്രിയോസ്, ബി കോർണി ബാക്ടീരിയം, സി സ്പൈറില്ല, ഡി സ്ട്രെപ്റ്റോകോക്കസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അതായത് ആ മോർഫോളജി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നതാണിത്. ഓക്കെ, സോ അതിൽ നിങ്ങൾ ആ മോർഫോളജിയും അതിനോടൊപ്പം അത് വരുന്നത് ഏത് ബാക്ടീരിയയിലാണെന്നുള്ളത്, അതായത് അതിൻ്റെ എക്സാമ്പിൾ സഹിതം പഠിക്കണം. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിലൊരു ക്വസ്റ്റ്യൻ ആണിത്, ചൈനീസ് ലെറ്റർ പാറ്റേൺ കാണിക്കുന്നത് ഏത് ബാക്ടീരിയ ആണെന്നാണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോർണി ബാക്ടീരിയം ആണ്. കോർണി ബാക്ടീരിയം ആണ് ചൈനീസ് ലെറ്റർ പാറ്റേൺ അവർ കാണിക്കുന്നത് മോർഫോളജിക്കലി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന്, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ ബാക്ടീരിയ എന്നുള്ളതൊന്ന് നോക്കാം. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എന്താണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസം ആണല്ലേ. ആൻഡ് അത് പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. എന്താണ്, പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ബിക്കോസ് അവർക്ക് എന്തില്ല, ഒരു ട്രൂ ന്യൂക്ലിയസ് അവർക്ക് ഇല്ല. ഒരു ട്രൂ ന്യൂക്ലിയസ് അവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ബാക്ടീരിയ എന്താണ്, പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ഇനി അവരെന്താണ്, യൂഷ്വലി യൂണിസെല്ലുലാർ ആണ്. ഒരേ ഒരു സെല്ലേ അതിനകത്ത് വരത്തുള്ളൂ. ആ സെല്ലിലാണ് അവരുടെ എല്ലാ മെറ്റബോളിസവും അല്ലെങ്കിൽ എല്ലാ റിയാക്ഷൻസും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആൻഡ് ദേ ആർ മൈക്രോസ്കോപ്പിക്, അതായത് അത്രയും സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് എന്ത്, ബാക്ടീരിയ. സോ ബാക്ടീരിയ ആർ മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം ആണ്. ഇനി എന്തുകൊണ്ട് അത് പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല, ദേ ഡു നോട്ട് ഹാവ്, എന്തില്ല അവർക്ക്, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസും ഒരു ട്രൂ ന്യൂക്ലിയസും അവർക്ക് വരുന്നില്ല. സോ ദേ ഡു നോട്ട് ഹാവ് എ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ ആൻഡ് എ ട്രൂ ന്യൂക്ലിയസ്. ഒരു ട്രൂ ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസും ആർക്കില്ല, ബാക്ടീരിയക്കില്ല. സോ ദേ കംസ് അണ്ടർ പ്രോക്യാരിയോട്സ്. പ്രോക്യാരിയോട്സിന്റെ അണ്ടറിലാണ് വരുന്നത്. Okay, so hence they are grouped under the domain Prokaryota together with Archaea. Clear അല്ലേ? So അപ്പോൾ ബാക്ടീരിയ മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം ആണ്. പ്രോക്യാരിയോട്ടിക് ആയതുകൊണ്ട് തന്നെ they do not have membrane bound organelles and they lack true nucleus. ട്രൂ ന്യൂക്ലിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്ത് ഒരു സ്പെസിഫിക് ഏരിയയിലായിട്ട് എന്താണ്, മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ട് ജനറ്റിക് മെറ്റീരിയൽ കാണുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ ദേ ഡു നോട്ട് ഹാവ് ദാറ്റ് ന്യൂക്ലിയസ്, അതായത് അവർക്ക് അങ്ങനെ ഒരു സ്ട്രക്ചർ വരുന്നില്ല. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് ഒരു സ്ട്രക്ചർ അവർക്ക് വരുന്നില്ല. സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ് എന്ത് കാണുക, അവരുടെ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. ഇനി ബാക്ടീരിയയുടെ സ്റ്റഡിയെയാണ് നമ്മൾ ബാക്ടീരിയോളജി എന്ന് പറയും. ആൻഡ് അതെന്ന് പറയുന്നത് മൈക്രോബയോളജിയുടെ അണ്ടറിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ്. മൈക്രോബയോളജി എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അതിൽ ഒരു ബ്രാഞ്ചാണ് എന്ത്, ബാക്ടീരിയോളജി. ബാക്ടീരിയകളെ പറ്റി മാത്രം നടത്തുന്ന പഠനം. ഓക്കെ, സോ ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഈസ് കോൾഡ് ബാക്ടീരിയോളജി ആൻഡ് ദ ബ്രാഞ്ച് ഓഫ് മൈക്രോബയോളജി. ഇനി ബാക്ടീരിയയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന എല്ലായിടത്തും എന്ത് കാണും, ബാക്ടീരിയ വരുന്നുണ്ട്. സോ ദേ ആർ ഇവോൾവ് ടു അഡാപ്റ്റ് ആൻഡ് സർവൈവ് ഇൻ എനി കൈൻഡ് ഓഫ് എക്കോളജിക്കൽ നിഷസ്. ഏത് ടൈപ്പ് ഓഫ് ഏരിയാസിലും സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റും, ബാക്ടീരിയക്ക് പറ്റും. ഫ്രം നോർമൽ ഏരിയ മുതൽ എക്സ്ട്രീം ആയിട്ടുള്ള എൻവയോൺമെന്റ് വരെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് സോ ദേ ആർ യുബിക്യൂട്ടസ് ആണ്. എല്ലായിടത്തും എന്തുണ്ട്, ബാക്ടീരിയ വരുന്നുണ്ട്. ക്ലിയർ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ നോർമൽ ആയിട്ടുള്ള
എൻവയോൺമെൻറ്റിനോടൊപ്പം തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, സർവൈവ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ബാക്ടീരിയനെ നമ്മൾ എക്സ്ട്രീമോഫിലിക് ബാക്ടീരിയ എന്ന് വിളിക്കും. എക്സ്ട്രീമോഫിലിക് ബാക്ടീരിയ എന്ന് വിളിക്കും. എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യുന്നവരെയാണ് അങ്ങനെ നമ്മൾ വിളിക്കുക. സോ അതിൽ തന്നെ ഓരോ ഏരിയ അനുസരിച്ച് ബാക്ടീരിയക്ക് നമ്മൾ ഓരോ പേരുകൾ കൊടുക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പറയില്ലേ, കരയിൽ താമസിക്കുന്ന ടെറസ്ട്രിയൽ അനിമൽസ് എന്ന് നമ്മൾ പറയും, വെള്ളത്തിലാണെങ്കിൽ അക്വാട്ടിക് അനിമൽസ് എന്ന് നമ്മൾ പറയല്ലേ. അതേപോലെ അവരെവിടാണോ സർവൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടാണോ അവർ കാണുന്നത്, അതിൻ്റെ ബേസിൽ പല ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷനിൽ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട. ജസ്റ്റ് നിങ്ങൾ ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡിൽ സർവൈവ് ചെയ്യുന്നവരെ നമ്മൾ സൈക്രോഫൈൽസ് എന്ന് വിളിക്കും. സൈക്രോഫൈൽസ്. ഇനി എക്സ്ട്രീം ആയിട്ടുള്ള ഹോട്ട് കണ്ടീഷനിലാണ് സർവൈവ് ചെയ്യുന്നവരെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും, തെർമോഫൈൽസ് എന്ന് വിളിക്കും. അവരെ നമ്മൾ തെർമോഫൈൽസ് എന്നാണ് വിളിക്കുക. ബിക്കോസ് അവർ എക്സ്ട്രീംലി ഹോട്ട് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യുക, സർവൈവ് ചെയ്യുക. അങ്ങനെയുള്ളവരെ നമ്മൾ തെർമോഫൈൽസ് എന്ന് വിളിക്കും. സോ തെർമോഫൈൽസ് എന്ന് വിളിക്കും. പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ള pH, അതായത് അസിഡിക് ആവാം അല്ലെങ്കിൽ ബേസിക് pH ആവാം. സോ അസിഡിക് pH ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ആസിഡോഫൈൽസ് എന്ന് വിളിക്കും. അതായത് ഭയങ്കര ലെസ് ദാൻ 7 വരുന്ന pH ഉള്ള ആൾക്കാരെ നമ്മൾ ആസിഡോഫൈൽസ് എന്ന് വിളിക്കും. അതിൽ സർവൈവ് ചെയ്യുന്നത്. ഇനി ഹൈ pHലുള്ള സർവൈവ് ചെയ്യുന്നതിലാണെങ്കിൽ അവരെ നമ്മൾ ആൽക്കലിഫൈൽസ് എന്ന് വിളിക്കും. ഇനി എക്സ്ട്രീം പ്രഷറിൽ സർവൈവ് ചെയ്യുന്നവരെ നമ്മൾ ബാരോഫൈൽസ് എന്ന് വിളിക്കും. അനോക്സിക് എൻവയോൺമെന്റ്, അതായത് ഓക്സിജൻ ലാക്കിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യുന്നവരെ നമ്മൾ അനേറോബിക് എന്ന് വിളിക്കും. പിന്നെ ഡെസേർട്ടിക് ആയിട്ടുള്ള ഏരിയയിൽ സർവൈവ് ചെയ്യുന്നവരെ നമ്മൾ സിറോഫൈൽസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ചില എക്സ്ട്രീം ആയിട്ടുള്ള ഏരിയാസ്. ഏതൊക്കെയാണ്? ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ട്, ഇതിനെ തെർമോഫൈൽസ് എന്ന് വിളിക്കും. എക്സ്ട്രീം കോൾഡ് സൈക്രോഫൈൽസ് എന്ന് വിളിക്കും. എക്സ്ട്രീം pH ലൈക്ക് ആസിഡോഫൈൽസ് ആൻഡ് ആൽക്കലിഫൈൽസ് എന്ന് വിളിക്കും. എക്സ്ട്രീം പ്രഷർ ആണെങ്കിൽ ബാരോഫൈൽസ് എന്ന് വിളിക്കും. അനോക്സിക് എൻവയോൺമെന്റ്, അതായത് ഓക്സിജൻ ലാക്കിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, അനേറോബ്സ് എന്ന് വിളിക്കും. പിന്നെ ഡെസേർട്ടിക് ഏരിയയിൽ വരുന്നവരെ സിറോഫൈൽസ് എന്ന് വിളിക്കും. പിന്നെ വരുന്ന ഏരിയ ഹൈ റേഡിയേഷൻ ഏരിയാസ് കാണും. ടോക്സിക് വേസ്റ്റിൽ സർവൈവ് ചെയ്യുന്നവരുണ്ട്, ബാരൻ സാൻഡിൽ സർവൈവ് ചെയ്യുന്നവരുണ്ട്, റോക്സിലൊക്കെ. പിന്നെ ഡീപ്പ് അണ്ടർഗ്രൗണ്ടിലും മൗണ്ടൻ ടിപ്സിലും ഒക്കെ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയകൾ വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ വരുന്നുണ്ട്. അവരെ നമ്മൾ എക്സ്ട്രീമോഫിലിക് ബാക്ടീരിയ എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് ബാക്ടീരിയൽ സെല്ലിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് വേണ്ട. അതായത് നമുക്ക് മെയിനായിട്ടും ക്ലാസിഫിക്കേഷൻ ആണ് വേണ്ടത്. എന്നാലും ഏതൊക്കെ സ്ട്രക്ചറാണ് ബാക്ടീരിയയിൽ വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ചിലപ്പോൾ നമുക്ക് ആ ബാക്ടീരിയ എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ബാക്ടീരിയ നമ്മൾ പറഞ്ഞു എന്താണ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. സോ യൂണിസെല്ലുലാർ ആണ്, ദാറ്റ് മീൻസ് അവർക്ക് എന്താണ്, ഒരു സിംഗിൾ സെല്ല് മാത്രമാണ് അവർക്ക് കാണുക അല്ലേ. ഇനി ആ സെല്ലിൽ വരുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ആദ്യം നമുക്ക് മെയിനായിട്ടും എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്, ഇന്റേണൽ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. ആദ്യം നമുക്ക് എക്സ്റ്റേണൽ, പുറമേ കാണുന്ന സ്ട്രക്ചേഴ്സ്. ഒരു ബാക്ടീരിയൽ സെൽ എടുക്കുകയാണെങ്കിൽ അതിന് പുറത്ത് കാണുന്ന സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്ലജല, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഫ്ലജല എന്ന് പറയുന്നത് അവരുടെ മോട്ടിലിറ്റിക്ക്, അതായത് അവരുടെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഫ്ലജല എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലജല ലോങ് ഹെയർ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ. ലോങ് ഹെയർ ലൈക്ക് ആയിട്ടുള്ള ഫിലമെന്റസ് സ്ട്രക്ചർ ആണ് എന്ത്, ഫ്ലജല എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ലോങ് ഹെയർ ലൈക്ക് ഫിലമെന്റസ് സ്ട്രക്ചർ ആണ് എന്ത്, ഫ്ലജല എന്ന് പറയുന്നത്. ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഫ്ലജലയ്ക്ക് വരുന്നത്. ആൻഡ് ഇതിന്റെ പ്രത്യേകത, ഇവർ എന്താണ്, അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോട്ടിലിറ്റി ആണ്. അതായത് ബാക്ടീരിയ മോട്ടിലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യുക, മൂവ്മെന്റിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഫ്ലജല. ഇനി ഫ്ലജലയുടെ പാർട്ടുകൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് എ ഫിലമെന്റ്. ഫിലമെന്റ് ആണ് ഏറ്റവും ലോങ് ആയിട്ടുള്ള പാർട്ട്. അത് കഴിഞ്ഞ് ഒരു ഹുക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബേസൽ ബോഡി. ബേസൽ ബോഡിയിലേക്ക് ഈ ഫിലമെന്റിനെ കണക്ട് ചെയ്യാനാണ് ഹുക്ക് ഹെൽപ്പ് ചെയ്യുക. ഇനി ഇതിന് ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനകത്തുള്ള ആ ഫിലമെന്റിൽ ആ ലോങ് ആയിട്ടുള്ള പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. ആ പ്രോട്ടീനെ നമ്മൾ ഫ്ലജലിൻ എന്ന് പറയും. ഫ്ലജലിൻ പ്രോട്ടീൻ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫ്ലജല 3 പാർട്ടാണ് അതിനകത്ത് വരിക. ഫിലമെന്റ് ഉണ്ട്, ഹുക്ക് ഉണ്ട്, അതേപോലെ ബേസൽ ബോഡി ഉണ്ട്. അതിൽ തന്നെ ഈ ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്ലജലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഫ്ലജലിൻ എന്ന് പറയുന്നതാണ്. ഫ്ലജലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹുക്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് കേർവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അവരാണ് എന്ത് ചെയ്യുക, ഫിലമെന്റിനെ ബേസൽ ബോഡിയിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നത്. ഇനി ബേസൽ ബോഡി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റിംഗ് ആണ്. അത് ഈ സെൽ വാളിനകത്തോട്ട്
എംബഡ് ചെയ്തു ഉള്ളിലായിട്ട് ഇരിക്കും, സെൽ വാളിലും പ്ലാസ്മ മെമ്പറിലും. അതാണ് അതിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഈ 3 പാർട്ടാണ് ഫ്ലജല്ലയ്ക്ക് വരുന്നത്, ഫിലമെന്റ്, ഹുക്ക് ആൻഡ് ബേസൽ ബോഡി. ഇനി ഫ്ലജല്ലയുടെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആൻഡ് ദ മെയിൻ ഫങ്ഷൻ ഈസ് മോട്ടിലിറ്റി. അതായത് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ മോട്ടിലിറ്റി. ബാക്ടീരിയ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫ്ലജല്ലയാണ്. പിന്നെ കീമോടാക്സിസ്, അതായത് കെമിക്കൽസിന്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ഫ്ലജല്ല ഹെൽപ്പ് ചെയ്യും. ബാക്ടീരിയൽ പാത്തോജനസിറ്റിയിലും അതേപോലെ സർവൈവലിലും ഫ്ലജല്ല ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയാണ് ഫ്ലജല്ലയുടെ ഫംഗ്ഷൻ. ഇതിലെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മോട്ടിലിറ്റി തന്നെയാണ്. ഫ്ലജല്ലയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മോട്ടിലിറ്റി. ക്ലിയർ ആണല്ലോ? ഇനി അടുത്താണ് പിലായ് ആൻഡ് ഓർ ഫിംബ്രിയെ. പിലായും ഫിംബ്രിയയും വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നേരത്തെ ഫ്ലജല്ല നമ്മൾ പറഞ്ഞു കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ, ഇത് ഷോർട്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് എന്ത്? പിലായ് ഓർ ഫിംബ്രിയെ എന്ന് പറയുന്നത്. സോ ഫിലായ് ആൻഡ് ഫിംബ്രിയെ അതിൽ ഷോർട്ട്, ഹോളോ, നോൺ ഹെലിക്കൽ ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് എന്ത്? പിലായ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് എക്സ്ക്ലൂസീവ്ലി ഇവർ കൂടുതലും കാണുന്നത് ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇവിടെയാണ് കാണുക, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ പിലായ് ഓർ ഫിംബ്രിയെ കാണുന്നത്. ആൻഡ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഫിലായ് ഫിംബ്രിയെ ഉണ്ടാക്കിയിരിക്കുന്നത് പിലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടായിരുന്നു കേട്ടോ. സോ ദേ ആർ കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻ പിലിൻ. ഫ്ലജലിൻ, ഇത് ഫ്ലജലിൻ ആണ് ഫ്ലജല, വെറസ് പിലായ് ആൻഡ് ഫിംബ്രിയെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് പിലിൻ. ഓക്കെ. ഇനി ചില ബാക്ടീരിയയിൽ സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് പിലായ് കാണാറുണ്ട്, വിച്ച് ഈസ് നോൺ ആസ് സെക്സ് പിലായ്. അത് ബാക്ടീരിയൽ കോൺജുഗേഷനെ, ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ ബാക്ടീരിയകൾ തമ്മിൽ. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സെക്സ് പിലായ്. ഓക്കെ. അപ്പൊ അത് ബാക്ടീരിയയിൽ, ചില ബാക്ടീരിയയിൽ ഉള്ളതാണ്. അപ്പൊ ഫങ്ഷൻസിൽ അപ്പൊ എന്തൊക്കെ പറയാം നമുക്ക്? ഒന്ന്, മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അറ്റാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലജല്ല മൂവ്മെന്റിൽ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഇവർ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്തിരിക്കാൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റോക്കിലൊക്കെ കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ റോക്കിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ, അല്ലാതെ അവരുടെ ഹോസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദേ എയ്ഡ് ഇൻ അദറൻസ് ടു ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പിലായ് ആൻഡ് ഫിംബ്രിയ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ സെക്സ് പിലായ്. സെക്സ് പിലായ് എന്തിൽ ഹെൽപ്പ് ചെയ്യും? ബാക്ടീരിയൽ കോൺജുഗേഷനിൽ ഹെൽപ്പ് ചെയ്യും. ബാക്ടീരിയൽ DNA ട്രാൻസ്ഫർ ആണ് അവിടെ നടക്കുക. സോ അതിലും പിലായ് ആൻഡ് ഫിംബ്രിയെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രക്ചർ പഠിക്കേണ്ട, കാരണം നമുക്ക് സ്ട്രക്ചർ അത്ര എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഓരോ പാർട്ടും അതിന്റെ ഫംഗ്ഷനും മാത്രം പഠിച്ചു പോയാൽ മതി. അതാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ നെക്സ്റ്റ് സ്ട്രക്ചർ ഈസ് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് വിസ്കസ് ആയിട്ടുള്ള ഒരു ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. ആക്ച്വലി നമ്മൾ ബാക്ടീരിയ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ഔട്ടർ ലെയർ 2 ടൈപ്പിൽ കാണാം. ഈ സെൽ വാളിന് പുറമേ ഉള്ള ഔട്ടർ ലെയർ എന്ന് പറയുന്നത് 2 ടൈപ്പായിട്ട് കാണും. ടുഗദർ നമ്മൾ അതിനെ ഗ്ലൈക്കോ കാലിക്സ് എന്ന് വിളിക്കും. അപ്പൊ അത് മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയ ക്യാപ്സ്യൂൾ ആയിട്ട് കുറെ എണ്ണത്തിനകത്ത് കാണാറുണ്ട്. അതൊരു വിസ്കസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഓക്കെ. സെൽ വാളിന് ഏറ്റവും ഔട്ടർ ആയിട്ടാണ് കാണുക. അത് ഉണ്ടാക്കിയിരിക്കുന്നത് പോളിസാക്രൈഡോ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡോ അല്ലെങ്കിൽ അത് രണ്ടും ഒരു അപ്രോക്സിമേറ്റ്ലി 2% വാട്ടറും ആയിട്ടാണ് മെയിൻ ആയിട്ടും ആ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ. ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്, ഈ ക്യാപ്സ്യൂളിന് പുറമെ ചില ബാക്ടീരിയയിൽ ഈ ഗ്ലൈക്കോകാലിക്സ് ഒരു അമോർഫസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് കാണാറുണ്ട് കേട്ടോ. കൊളോയിഡൽ പ്രോട്ടീൻ മെറ്റീരിയൽ വെച്ച് കാണാറുണ്ട്. അവരെ നമ്മൾ സ്ലൈം ലെയർ എന്ന് വിളിക്കും. അപ്പോൾ ഒന്നുകിൽ ക്യാപ്സ്യൂൾ ആയിരിക്കും ചില ബാക്ടീരിയയിൽ കാണുക, ചിലത് എന്തായിരിക്കും? സ്ലൈം ലെയർ ആയിട്ടായിരിക്കും കാണുക. ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അദറൻസ് എന്നാണ്, അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഡെസിക്കേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഇതെന്ത് ചെയ്യും? ഡ്രൈ അപ്പ് ചെയ്ത് പോവാതെ അതിനെ ഡെസിക്കേറ്റ് ചെയ്യുന്നതിന് പകരം അത് പ്രിവെന്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് വെക്കും ആ സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ റെസിസ്റ്റൻസ്, അതായത് ഫാഗോസൈറ്റോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ ക്യാപ്സ്യൂൾ ഓർ സ്ലൈം ലെയർ ആണ്. ഇനി സ്ലൈം ലെയർ എന്ന് പറയുന്നത് പ്രോട്ടിയോളിറ്റിക് എൻസൈം ഉണ്ടല്ലോ, പ്രോട്ടിയോളിറ്റിക് എൻസൈം, അതിൽ നിന്ന് ബാക്ടീരിയനെ പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ സ്ലൈം ലെയർ ആണ്. ഓക്കെ. അപ്പൊ അതാണ് ക്യാപ്സ്യൂൾ ആൻഡ് സ്ലൈം ലെയറിന്റെ മെയിൻ റോൾസ്. അദറൻസിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡെസിക്കേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, ഫാഗോസൈറ്റോസിസിൽ നിന്ന് റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, പിന്നെ പ്രൊട്ടക്ട്സ് ഫ്രം പ്രോട്ടിയോളിറ്റിക് എൻസൈംസ്. നെക്സ്റ്റ് വൺ ഈസ് സെൽ വാൾ. സെൽ വാൾ നമ്മൾ നേരത്തെ ഫ്ലജലയുടെ കാര്യം പറഞ്ഞില്ലേ, ഫ്ലജല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞ പോലെ അനന്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സെൽ വാൾ എന്ന് പറയുന്നത്, ബാക്ടീരിയൽ സെൽ വാൾ. അപ്പോൾ അതിൽ കൂടുതലും ചോദിക്കുന്ന അതിൻ്റെ കോമ്പോസിഷൻ ചോദിക്കാറുണ്ട്. അതേപോലെ നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്, അപ്പോൾ ആ ടൈപ്പും കൂടെ ചോദിക്കാറുണ്ട്. സോ സെൽ വാൾ റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോ ഗ്ലൈക്കൻ. പെപ്റ്റിഡോ ഗ്ലൈക്കൻ ആണ് അതിൻ്റെ
കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അതാണ് എന്ത് ചെയ്യാം, പ്ലാസ്മ മെംബ്രെയിന് പുറമെ കാണുന്നതാണ് ഈ സെൽ വാൾ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോ ഗ്ലൈക്കൻ. ഒരു എക്സ്റ്റേണൽ കോട്ട് ആയിട്ടാണ് അത് കാണുന്നത്. ഇനി പെപ്റ്റിഡോ ഗ്ലൈക്കൻ്റെ കോമ്പോസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ടും എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡും എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമൈനും കൂടെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പോളിസാക്രൈഡ് ആണ് വരുന്നത്. ഓക്കെ, സോ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ഈസ് എ ക്രോസ് ലിങ്ക്ഡ് പോളിമർ ഓഫ് എന്തൊക്കെയാണ്, എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ആൻഡ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമൈൻ. ഇത് രണ്ടും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോളിസാക്രൈഡ് ആണ് എന്ത്, പെപ്റ്റിഡോ ഗ്ലൈക്കൻ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദയർ കോമ്പോസിഷൻ, അതായത് ഈ സെൽ വാളിന്റെ കോമ്പോസിഷനെ അനുസരിച്ച് ബാക്ടീരിയൽ സെൽ വാൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാം സ്റ്റെയിനിങ് നമ്മൾ പഠിക്കാനുണ്ട്. സ്റ്റെയിനിങ് അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെയിനിങ്ങിനെ പറ്റി പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഓർത്താൽ മതി, ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുമ്പം അതിൽ ഗ്രാം പോസിറ്റീവ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, അതായത് ഒരു പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളർ കാണിക്കുകയാണെങ്കിൽ, സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആയിരിക്കും, അവർക്ക് ഗ്രാം പോസിറ്റീവ് സെൽ വാൾ ആണ് വരുന്നത്. ഇനി ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് എന്തായിരിക്കും, ഒരു പിങ്ക് കളറിലായിരിക്കും അവർ കാണുന്നത്. സോ ദേ ആർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, അവർക്ക് എന്താണ്, ഗ്രാം നെഗറ്റീവ് സെൽ വാൾ ആണ് വരുന്നത്. അപ്പോൾ സെൽ വാൾ പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെപ്റ്റിഡോ ഗ്ലൈക്കൻ എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡ് ആണ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ആൻഡ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമൈൻ. ഓക്കെ, സോ ഇനി ബേസ്ഡ് ഓൺ ദെയർ കോമ്പോസിഷൻ നമുക്ക് സെൽ വാൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പം അവിടെ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയർ എന്തായിരിക്കും, കുറച്ചും കൂടെ തിക്കായിട്ടായിരിക്കും കാണുക. ഓക്കെ, പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലാർജ് എമൗണ്ടിൽ കാണുമ്പോൾ അതായത് തിക്കായിട്ടായിരിക്കും വരും. ആൻഡ് ഈ സെൽ വാളിൽ ഈ പെപ്റ്റിഡോ ഗ്ലൈക്കന് പുറമെ തന്നെ അസിഡിക് ആയിട്ടുള്ള ഷുഗേഴ്സ് കാണും, തീക്കോയിക് ആസിഡ് കാണും, തീക്രോണിക് ആസിഡ്, അതുപോലെ ന്യൂട്രൽ ഷുഗേഴ്സ് ഒക്കെ വരും. ആൻഡ് ഇതിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർപ്പിൾ കളറായിരിക്കും. ഗ്രാം സ്റ്റെയിനിങ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്താ കാണിക്കുക, പർപ്പിൾ കളറായിരിക്കും കാണിക്കുക. അതാണ് ഗ്രാം പോസിറ്റീവ് സെൽ വാൾ എന്ന് പറയുന്നത്. തിക്കായിട്ടുള്ള പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയർ ആണ്, തീക്കോയിക് ആസിഡ് വരുന്നുണ്ട്. ഇനി ഗ്രാം നെഗറ്റീവ് സെൽ വാൾ നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ എന്താണ്, തിന്നായിട്ടുള്ള സെൽ വാൾ ആയിരിക്കും. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് വരിക, പ്രോട്ടീൻ വരുന്നുണ്ട്, ലിപ്പോപോളിസാക്രൈഡ് വരുന്നുണ്ട്, അതേപോലെ നേരത്തെ നമ്മൾ കണ്ട ഔട്ടർ മെംബ്രെയിൻ ആയിട്ട് ഒരു ഔട്ടർ മെംബ്രെയിനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് വരിക, ലിപ്പോപ്രോട്ടീൻ, ലിപ്പോപോളിസാക്രൈഡ്, അതുപോലെ ഒരു ഔട്ടർ മെംബ്രെയിൻ വരുന്നുണ്ട് ഈ ഒരു ഗ്രാം നെഗറ്റീവ് സെൽ വാൾ നോക്കുകയാണെങ്കിൽ. അല്ല, ഈ ലിപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ ബ്രോൺസ് ലിപ്പോപ്രോട്ടീൻ ആണ് അതിനകത്ത് കാണുക, ബ്രോൺസ് ലിപ്പോപ്രോട്ടീൻ. ഔട്ടർ മെംബ്രെയിൻ നോക്കുകയാണെങ്കിൽ ബൈലെയർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, അതിനകത്ത് പ്രോട്ടീൻ കാണും, ലൈക്ക് പോറിൻ അല്ലെങ്കിൽ ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻ, അങ്ങനത്തെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്രോട്ടീൻസ് അതിനകത്ത് കാണും. ഇനി ലിപ്പോപോളിസാക്രൈഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും നമുക്ക് ലിപ്പിഡ് എ വരും, പിന്നെ ഒരു കോർ ഓളിഗോസാക്രൈഡ് വരും, പിന്നെ ഓ പോളിസാക്രൈഡ് വരും. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അത്ര ഡീറ്റെയിൽ പഠിക്കേണ്ട. ജസ്റ്റ് തിൻ സെൽ വാൾ ഉണ്ടെന്നുള്ളതും ലിപ്പോപ്രോട്ടീനും ലിപ്പോപോളിസാക്രൈഡും ഔട്ടർ മെംബ്രെയിനും ഉണ്ടെന്ന് പഠിക്കാം. ലിപ്പോപ്രോട്ടീൻ ആയിട്ട് വരുന്നത് ഈ ബ്രോൺസ് ലിപ്പോപ്രോട്ടീൻ ആണെന്ന് ഓർക്കുക. പിന്നെ അവർ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ പിങ്ക് കളറാണ് തരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സെൽ വാളിലെ അടുത്ത ഒരു പ്രത്യേകത ഓർത്ത് വെച്ചേക്കുക, മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ബാക്ടീരിയക്ക് എന്തില്ല, സെൽ വാൾ വരുന്നില്ല. അത് മൈന്യൂട്ട് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്, ദേ ഡു നോട്ട് ഹാവ് എ സെൽ വാൾ. അപ്പോൾ സെൽ വാൾ ഇല്ലാത്ത ഒരു ബാക്ടീരിയ ഏതാണ്, മൈക്കോപ്ലാസ്മയാണ്. അത് ഓർത്ത് വെച്ചേക്കും കേട്ടോ. മൈക്കോപ്ലാസ്മയാണ് എന്തില്ല ഇല്ലാത്തത്, സെൽ വാൾ ഇല്ലാത്തത്. അപ്പോൾ ഗ്രാം നെഗറ്റീവ് സെൽ വാളും ക്ലിയർ ആണല്ലോ. ഇത് നമുക്ക് സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ നോക്കാം. അതെന്ന് പറയുന്നത് എന്താണ്, ഉള്ളിലായിട്ട്, ഇത് സെൽ വാളിന് ഉള്ളിലായിട്ട് കാണുന്ന ഇന്നർമോസ്റ്റ് ഫോസ്ഫോലിപ്പിഡ് ലെയർ ആണ്. ആൻഡ് അത് തിന്നായിട്ടുള്ള സെമി പെർമിയബിൾ ആയിട്ടുള്ള ലെയർ ആണ്. സെമി പെർമിയബിൾ എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളെയും അവർ കടത്തി വിടത്തില്ല, സെലക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെ മാത്രമേ എന്ത് ചെയ്യൂ, കടത്തി വിടത്തുള്ളൂ. ഇനി സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ ഒന്ന് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്, വേണ്ട സാധനങ്ങളെ അങ്ങോട്ടും പുറത്തേക്കും അകത്തേക്കും കടത്തിവിടും. അതാണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ലൈക്ക് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ന്യൂട്രിയൻസ്, അയൺസ് ആൻഡ് മെറ്റബോലൈറ്റ്സ്. പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിനിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അടുത്തെയാണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ പ്ലാസ്മ മെംബ്രെയിനിൽ ഉള്ളിലായിട്ട് വരുന്ന ആ ഫുൾ ഏരിയനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. കളർലെസ് ആയിട്ടുള്ള കൊളോയിഡൽ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് കേട്ടോ. അതിനുള്ളിലാണ് ബാക്കി എല്ലാ സാധനങ്ങളും വരുന്നത്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലായിട്ടാണ് ഈ സൈറ്റോപ്ലാസം വരിക. ഇനി ഈ സൈറ്റോപ്ലാസത്തിൽ എന്ത് കാണില്ല,
മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും കാണില്ല. ഇനി സൈറ്റോപ്ലാസത്തിൽ ഉള്ളത് എന്തൊക്കെയാണ്? റൈബോസോം കാണും, മീസോസോം വരുന്നുണ്ട്, ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്, അതായത് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ വരും. ഇനി അതിൽ ഓരോ സ്ട്രക്ചർ നമുക്ക് നോക്കാം. റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന സൈറ്റ് ആണ് എന്ത്? റൈബോസോം എന്ന് പറയുന്നത്. ആൻഡ് ബാക്ടീരിയൽ റൈബോസോം എന്ന് പറയുന്നത് 70S ആണ് കേട്ടോ. 70S ആണ്. 2 സബ് യൂണിറ്റ് ആണ് അതിനകത്ത് വരിക. ഒരു 50S ഒരു 30S. 70 ആണെന്ന് കരുതി 14 30 എന്നൊന്നും ഓർത്ത് വെക്കരുത്. 50 and 30 ആണ് വരിക. ഇനി ഇവര് മെയിനായിട്ടും എന്താണ് ഹെൽപ്പ് ചെയ്യുക? റൈബോസോം പ്രോട്ടീൻ സിന്തസിസിലാണ്. അവരിൽ ആ റൈബോസോമിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. സോ ദേ സിന്തസൈസ് ബാക്ടീരിയൽ പ്രോട്ടീൻ ആൻഡ് എൻസൈം. ഇനി മീസോസോംസ് ആണ്. മീസോസോംസ് എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ഇല്ലേ, പ്ലാസ്മ മെംബ്രെയിൻ കുറച്ച് എന്താണ് ഫോൾഡ് ചെയ്തിട്ട് ഒരു വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുന്നതിനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് അല്ലെങ്കിൽ വെസിക്കുലാർ സ്ട്രക്ചേഴ്സ്. ഇപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ഫോൾഡിംഗ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് മീസോസോം എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റെസ്പിറേറ്ററി എൻസൈംസ് ഒക്കെ ഇല്ലേ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ഇതൊക്കെ നടക്കുന്നതും അതിന്റെ ആക്ഷൻ നടക്കുന്നതും ഈ ഒരു മീസോസോമിൽ വെച്ചിട്ടാണ്. സോ ദേ ആർ ദ സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ബാക്ടീരിയൽ റെസ്പിറേഷൻ എൻസൈംസ്. ഓക്കെ, അതാണ് മീസോസോം. അത് പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഓരോ വെസിക്കിൾ പോലെ ബ്രാഞ്ച് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ് ഈ മീസോസോം. അത് ഓർത്ത് വെച്ചേക്കാം, മീസോസോം. പിന്നെ വരുന്നത് ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് എന്ത്? ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. 2 ടൈപ്പാണ് വരുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള മാറ്റേഴ്സിനെ കളക്ട് ചെയ്യുന്ന ഇൻക്ലൂഷൻ ബോഡിയും ഇൻഓർഗാനിക് ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡി. ഓർഗാനിക്കിനകത്ത് ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ പോളി ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് ഗ്രാനുൾസ് അങ്ങനത്തെ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ആയിരിക്കും എന്ത് ചെയ്യുക? കണ്ടെയ്ൻ ചെയ്യുന്നത്. വരസ് ഇൻഓർഗാനിക് ആണെങ്കിൽ ദേ കണ്ടെയ്ൻ പോളിഫോസ്ഫേറ്റ് ഓർ സൾഫർ ഗ്രാനുൾസ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് ബാക്ടീരിയൽ ന്യൂക്ലിയസ്. നമുക്ക് ഇവിടെ ന്യൂക്ലിയസ് എന്നെടുത്ത് പറയാൻ പറ്റില്ല, ബിക്കോസ് അവിടെ സെൽ ന്യൂക്ലിയർ മെംബ്രെയിൻ വരുന്നില്ല. സോ ബാക്ടീരിയൽ ജനറ്റിക് മെറ്റീരിയൽ കാണുന്ന ആ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. എന്തെന്ന് വിളിക്കും? ന്യൂക്ലിയോയിഡ്. അതായത് ബാക്ടീരിയൽ ജനറ്റിക് മെറ്റീരിയൽ എവിടെയാണോ കാണുന്നത് ആ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. സോ ദേ ആർ നോട്ട് എൻക്ലോസ്ഡ് ഇൻ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ വരുന്നില്ല, ന്യൂക്ലിയോലസ് ഇല്ല, ന്യൂക്ലിയോപ്ലാസം അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒന്നും ഇവർക്ക് വരുന്നില്ല. ജസ്റ്റ് ആ ജനറ്റിക് മെറ്റീരിയൽ സൈറ്റോപ്ലാസത്തിൽ കിടക്കുകയാണ് ചെയ്യുക. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ആൻഡ് ബാക്ടീരിയൽ ജനറ്റിക് മെറ്റീരിയൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾ ആണ് കേട്ടോ. ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾ ഒന്നെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്കുലർ ഫോമിലായിരിക്കും കാണുക, അല്ലെങ്കിൽ ഒരു കോയിൽഡ് ഫോമിലായിരിക്കും കാണുക. ഇനി ബാക്ടീരിയൽ DNA ന്യൂക്ലിയോയിഡിന് പുറമെ അതിനകത്ത് എന്താണ്? ക്രോമസോമൽ DNA കാണും. അതിന് പുറമെ ആയിട്ട് ഔട്ട്സൈഡിൽ കാണും. ന്യൂക്ലിയോയിഡിന് പുറമെ ആയിട്ട് കാണാറുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. എന്തെന്ന് വിളിക്കും? പ്ലാസ്മിഡ് എന്ന് വിളിക്കും. അപ്പം 2 ജനറ്റിക് DNA ആണ് വരുന്നത് കേട്ടോ. ഒന്ന് അവരുടെ ജനറ്റിക് ക്രോമസോമൽ DNA എന്ന് പറയും, അതാണ് ആ ന്യൂക്ലിയോയിഡിൽ കാണുന്നത്. പിന്നെ എക്സ്ട്രാ ജനറ്റിക് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ഒരു DNA ഉണ്ട്, അതിനെ നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിക്കും. അത് ബാക്ടീരിയക്ക് കാണുന്നതാണ്. ഈ പ്ലാസ്മിഡ് ആണ് ചില ബാക്ടീരിയക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അത് ഓർത്ത് വെച്ചോളൂ. ഇനി നമുക്ക് ബാക്ടീരിയയിൽ വരുന്ന അടുത്തൊരു കാര്യമാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയ ഇപ്പോൾ ഒരു അൺഫേവറബിൾ കണ്ടീഷനിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രെസ്സിലാണെങ്കിൽ ഫോം ഒരു ഡോർമൻ സ്റ്റേജിലേക്ക് അവർ മാറും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. അപ്പം അത് അൺഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ ഗ്രോ ടു എ വെജിറ്റേറ്റീവ് ഫോം വെൻ ദ കണ്ടീഷൻ ബിക്കം ഫേവറബിൾ. എന്നിട്ട് അത് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ ഇത് എന്തായിട്ട് മാറും? വെജിറ്റേറ്റീവ് ഫോം ആയിട്ട് മാറും. മെയിനായിട്ടും 4 സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആണ് എൻഡോസ്പോറിലുള്ളത്. ഒരു കോർ ഏരിയ കാണും, അതിനുള്ളിലാണ് ന്യൂക്ലിയോയിഡും സൈറ്റോപ്ലാസും കണ്ടൻസ് ചെയ്തിട്ട് കാണാം. ഇത് വാട്ടർ എല്ലാം കംപ്ലീറ്റ് പോയിട്ട് കണ്ടൻസ് ചെയ്തിട്ടുള്ള ഫോമിലായിരിക്കും വരുന്നത്. സോ കോറിലാണ് ന്യൂക്ലിയോയിഡും കണ്ടൻസ്ഡ് സൈറ്റോപ്ലാസും വരുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പാർട്ട്, ഏറ്റവും ഉള്ളിലായിട്ട് കാണുക. അത് കഴിഞ്ഞ് സ്പോർ വാൾ വരുന്നുണ്ട്. അത് ഇന്നമോസ്റ്റ് ആയിട്ടുള്ള വാളാണ്, പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ട് വരുന്നതാണ്. അതിന് വെളിയിലായിട്ടൊരു കോർട്ടെക്സ് കാണും. കോർട്ടെക്സ് കുറച്ചുകൂടെ തിക്കസ്റ്റ് ആയിട്ടുള്ള വാളാണ്. അൺയൂഷ്വൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് അതിനകത്ത് വരിക. അത് പുറമേ കാണും. ഇതിനും പുറമേ ആയിട്ടൊരു പ്രോട്ടീൻ കോട്ടും കൂടെ കാണും. അതാണ് ഏറ്റവും ഔട്ടറായിട്ട് കാണുക, വിച്ച് ഈസ് ഇംപെർമിയബിൾ ആയിട്ടുള്ള ലെയർ ആണ്. ഇത് ലൈക്ക് കെരാറ്റിൻ ലൈക്ക് പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, സോ ഈ 4 പാർട്ടാണ് അതിന് വരിക: കോർ, സ്പോർ വാൾ, കോർട്ടെക്സ് ആൻഡ് പ്രോട്ടീൻ കോട്ട്.
അപ്പം ഈ എൻഡോസ്പോർ എന്ത് ചെയ്യും, ആ ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർവൈവ് ചെയ്തിട്ട് ഹീറ്റൊന്നും വെച്ച് ഇതിനെ കില്ല് ചെയ്യാൻ പറ്റില്ല, ഈ പ്രോട്ടീൻ കോട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. എന്നിട്ട് ഇവർ എന്ത് ചെയ്യും, ഇവർക്ക് ഫേവറബിൾ കണ്ടീഷൻസ് ആവുന്ന സമയത്തേക്ക് ഇവരെന്താവും, വെജിറ്റേറ്റീവ് ഫോമിലേക്ക് മാറും. ഓക്കെ, സോ അതാണ് എൻഡോസ്പോർ. ഇനി നമുക്ക് മെയിൻ ടോപ്പിക് ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ നോക്കാം. നമുക്ക് പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ബാക്ടീരിയയിൽ വരുന്നുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും നമുക്ക് ചോദിക്കുന്നതും ഈ ഒരു ഏരിയ ആണ്, ബേസ്ഡ് ഓൺ മോർഫോളജി. അപ്പോൾ അതായത് അവരുടെ ഷേപ്പ് അനുസരിച്ച് ബാക്ടീരിയനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും. മെയിനായിട്ടും ബാക്ടീരിയ, ജനറലായിട്ട് ബാക്ടീരിയ നമ്മൾ നോക്കുമ്പം പല ഷേപ്പ് വരുന്നുണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള 4 ഷേപ്പ് എന്ന് പറയുന്നത്, ഒന്ന് കോക്കസ് ആണ്. ഓക്കെ, അതായത് റൗണ്ട് ഷേപ്പ്, സ്പെറിക്കൽ ഷേപ്പ്. പിന്നെ ബാസിലസ് റോഡ് ഷേപ്പ് ആയിരിക്കും. പിന്നെ സ്പൈറൽ ഷേപ്പ് വരുന്നുണ്ട്, അതേപോലെ കോമ ഷേപ്പ് വരുന്നുണ്ട്. അപ്പം കോക്കായ് അല്ലെങ്കിൽ കോക്കസ് എന്ന് വിളിക്കും. പിന്നെ ബാസിലസ്, സ്പൈറൽ ആൻഡ് കോമ ഷേപ്ഡ് ആണ് വരുന്നത്. ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: കോക്കായ്, ബാസിലൈ, സ്പൈറൽ ആൻഡ് കോമ ഷേപ്പ്. പിന്നെയും വരുന്നുണ്ട്, വേറെ ഷേപ്പുള്ള ബാക്ടീരിയ ഉണ്ട്. അല്ല, ഫസ്റ്റ് വൺ ആണ് കോക്കായ് ഷേപ്ഡ് ബാക്ടീരിയ എന്ന് പറയുമ്പം സ്പെറിക്കൽ റൗണ്ട് ഷേപ്പ് ആയിരിക്കും അവർക്ക് വരിക. അത് തന്നെ മോണോകോക്കയുണ്ട്, ഒരു സിംഗിൾ സെല്ലായിട്ട് മാത്രം ഇങ്ങനെ കാണും. ഓക്കെ, എക്സാമ്പിൾ ആണ് മൈക്രോകോക്കസ് ലൂട്ടിയസ്. സിംപ്ലി മൈക്രോകോക്കസ് ഓർത്താച്ചി മതി. ഇനി ഡിപ്ലോകോക്കായ ഉണ്ട്, 2 എണ്ണം ഒന്നിച്ച് ചേർന്ന്, 2 സ്പെറിക്കൽ ബാക്ടീരിയ ഇങ്ങനെ ഒന്നിച്ച് ഒരു പെയർ ആയിട്ടായിരിക്കും കാണുക. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് നീസീരിയ സ്പീഷീസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയൊക്കെ ഈ ഡിപ്ലോകോക്കായ ആയിട്ടാണ് വരിക. ഇനി അടുത്താണ് സ്ട്രെപ്റ്റോകോക്കായ്. സ്ട്രെപ്റ്റോകോക്കായ് എന്ന് പറയുന്നത് ഇത് ഒരു ലോങ് ചെയിൻ ആയിട്ട്, ഓരോ സ്പെറിക്കൽ സെല്ലും ഇങ്ങനെ ലോങ് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സ്ട്രെപ്റ്റോകോക്കായ്. എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻ, സ്ട്രെപ്റ്റോകോക്കസ് അഗാലിസിയ, ഇതൊക്കെ എന്താണ് സ്ട്രെപ്റ്റോകോക്കയുടെ അണ്ടറിൽ വരുന്നതാണ്. ഒരു ചെയിൻ ആയിട്ട് സെൽസ് അറേഞ്ച് ചെയ്ത് വെക്കും. ഇനി സ്റ്റഫൈലോകോക്കായ്, നമ്മൾ ഗ്രേപ്സിന്റെ ഒരു ബണ്ടിൽ ഇരിക്കില്ലേ, അതേപോലെ കാണുന്നതാണ് സ്പെറിക്കൽ ബാക്ടീരിയ. ഇങ്ങനെ ഒരു ബണ്ടിലായിട്ട്, ഗ്രേപ്സിന്റെ ഒരു ബണ്ടിൽ പോലെ അറേഞ്ച് ചെയ്തിരിക്കും. അതിനെയാണ് സ്റ്റഫൈലോകോക്കായ് എന്ന് പറയുന്നത്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പൊ ഈ 4 ടൈപ്പാണ് കോക്കസിൽ വരുന്നത്: മോണോകോക്കായ്, ഡിപ്ലോകോക്കായ്, സ്ട്രെപ്റ്റോകോക്കായ് ആൻഡ് സ്റ്റഫൈലോകോക്കായ്. മോണോകോക്കായ് മൈക്രോകോക്കസ് ആണ്, ഒരു സിംഗിൾ സ്പെറിക്കൽ സെല്ലാണ് വരിക. ഡിപ്ലോകോക്കായ് 2 സെല്ല് വരും, 2 എണ്ണം അറേഞ്ച് ചെയ്തും. നീസീറിയ ആണ് എക്സാമ്പിൾ. സ്ട്രെപ്റ്റോകോക്കായ് എന്ന് പറയുമ്പോൾ സ്പെറിക്കൽ ബാക്ടീരിയ ആണ്, അത് ലോങ് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്യും. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് അഗാലിസിയ വരും. പിന്നെ സ്റ്റഫൈലോകോക്കയാണ്, അതൊരു ബഞ്ച് ഓഫ് ഗ്രേപ്പ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആൻഡ് സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ്. ഇനി വരുന്നതാണ് ടെട്രാഡ്. ടെട്രാഡ് എന്ന് പറയുമ്പം ഈ സ്പെറിക്കൽ സെല്ല് തന്നെ 4 ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും, 4 എണ്ണം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ടെട്രാഡ് എന്ന് പറയുന്നത്. എയറോകോക്കസ് യൂറിനിയ ആണ്, അല്ലെങ്കിൽ പിഡിയോകോക്കസ് ആണ് ഇതിന് എക്സാമ്പിൾ. പിഡിയോകോക്കസ് സ്പീഷീസ് അല്ലെങ്കിൽ എയറോകോക്കസ്. ഇനി സാർസിനെയാണ് അടുത്തത്, ലാസ്റ്റ് വൺ ഈ സാർസിനെ. അത് 8 എണ്ണമായിട്ട് ഒരു ക്യൂബ് പോലെ നമ്മൾ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സാർസിനെ എന്ന് പറയുന്നത്. സാർസീന സ്പീഷീസും ക്ലോസ്ട്രീഡിയം മാക്സിമസും ആണ് സാർസിനയുടെ എക്സാമ്പിൾ. അപ്പൊ നമുക്ക് അറേഞ്ച്മെന്റ്സ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. അതാ നോക്കി, കോക്കസ് മോണോകോക്കസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ഒരു സിംഗിൾ സെൽ. ഡിപ്ലോകോക്കസ് 2 എണ്ണം ഇങ്ങനെ കാണും. ഡിപ്ലോകോക്കസിൽ തന്നെ ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ളതും വരും, ക്യാപ്സുൾ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത് വരും. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് ഒരു ചെയിൻ പോലെ വരും. സ്റ്റഫൈലോകോക്കസ് ബഞ്ച് ഓഫ് ഗ്രേപ്പ് പോലെ കാണും. ടെട്രാഡ് 4 എണ്ണം കണ്ട, 4 എണ്ണമായിട്ട് മാത്രമായിട്ട് വരും. സാർസിനെ എന്ന് പറയുമ്പോൾ 8 എണ്ണം, 4 എണ്ണം വരുന്ന 2 ഫേസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് ഡിഫറെന്റ് കോക്കസ്. അപ്പൊ ഇതിൽ പഠിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. കോക്കസിന്റെ എക്സാമ്പിൾസ് ആണ് പഠിക്കേണ്ടത്, കാരണം നിങ്ങൾക്ക് എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഡിപ്ലോകോക്കസ് ആയിട്ടുള്ളത് ഈ തന്നിരിക്കുന്നതിൽ ഏത്, ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും ചോദിക്കാറുള്ളത്. ഇനി അടുത്താണ് ബാസിലൈ ഷേപ്പ്. ബാസിലൈ എന്ന് പറയുമ്പോൾ റോഡ് ഷേപ്ഡ് ആയിട്ട് വരുന്നതാണ്. ബാസിലസ് എന്ന് നമ്മൾ സിംഗുലർ പറയും കേട്ടോ. അപ്പൊ അത് തന്നെ ബാസിലസും മോണോബാസിലസും ഉണ്ട്. മോണോബാസിലസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ റോഡ് ആയിരിക്കും, അൺഅറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു റോഡ് ആയിരിക്കും. സാൽമണല്ല എൻട്രിക്കസ്, അതുപോലെ ബാസിലസ് സീറിയസ് ഒക്കെ എന്താണ്, സിംഗിൾ റോഡാണ് കേട്ടോ. മോണോബാസിലസ് ആണ് വരുന്നത്, ഒരു സിംഗിൾ റോഡായിരിക്കും അവർക്ക് വരിക. ഇനി ഡിപ്ലോബാസിലൈ എന്ന് പറയുമ്പോൾ 2 റോഡ്സുകൾ ഒന്നിച്ച് ചേർന്നായിരിക്കും, 2 ബാസിലസ്, 2 റോഡ് ഷേപ്ഡ് സെൽസ് അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഡിപ്ലോബാസിലസ്. അതിന് എക്സാമ്പിൾ ആണ് മോറസെല്ല ബോവിസും ബാസിലസ് ലൈക്കിനിഫോമസും ഒക്കെ.
ഇനി സ്ട്രെപ്റ്റോബാസിലായി ഉണ്ട്. അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ചെയിൻ പോലെ അറേഞ്ച് ചെയ്തിരിക്കും. സ്ട്രെപ്റ്റോബാസിലസ് മോണിലിഫോം ആണ് അതിന് എക്സാമ്പിൾ. ഇനി പാലിസൈഡ് ഉണ്ട്. പാലിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേലിയില്ലേ, വേലി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഇരിക്കും. അതാണ് ഫെൻസ് ലൈക്ക് ഫോം ആയിരിക്കും പാലിസൈഡ് എന്ന് പറയുന്നത്. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ പാലിസൈഡിന് എക്സാമ്പിൾ ആണ്. ഇനി കോക്കോബാസില ഉണ്ട്. കോക്കോബാസില എന്ന് പറയുമ്പം ഇത് റോഡ് ഷേപ്ഡ് ആയിരിക്കും. ബട്ട് അവരുടെ എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റൗണ്ട് എൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവൽ ഷേപ്ഡ് ആയിട്ടായിരിക്കും കാണുക. അതുകൊണ്ടാണ് അവരെ കോക്കോ ബാസില എന്ന് വിളിക്കാം. ക്ലമീഡിയ അതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ബാസിലയിൽ വരുന്ന, കണ്ടോ കോക്കോ ബാസില കണ്ടില്ല, റൗണ്ട് ആയിട്ട് ഇങ്ങനെ കാണും. കണ്ടോ കുറച്ചുകൂടെ ഒന്ന് സ്പെറിക്കൽ പോലെ ഇന്ന റോഡും ആണ്. ബാസിലസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബാസിലെ, മോണോബാസിലസ് ആണ്. ഡിപ്ലോബാസിലസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ അറേഞ്ച് ചെയ്യും. സ്ട്രെപ്റ്റോബാസിലസ് എന്ന് പറയുമ്പോൾ ഒരു ചെയിൻ ആയിട്ട് കാണും. പിന്നെ പാലിസൈഡ് ഫെൻസ് പോലെ അറേഞ്ച് ചെയ്തിരിക്കും. അതാണ് ബാസിലസിൽ വരുന്നത്. അപ്പൊ നോക്കിയേ, ബാസിലസ് മോണോബാസിലസ് ഉണ്ട്, സാൽമണല എൻട്രിക്ക, ബാസിലസ് സീരിയസ്, ഡിപ്ലോബാസിലൈ, മൊറാക്സെല ബോവിസ്, അതേപോലെ ബാസിലസ് ലൈക്നിഫോമസ്, സ്ട്രെപ്റ്റോബാസിലസ് മോണലിഫോം. പാലിസൈഡ് എന്ന് പറയുന്നത് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. പിന്നെ കോക്കോബാസില എന്ന് പറയുന്നത് ടമേഡിയ, അതേപോലെ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ആണ് എക്സാമ്പിൾ വരിക. പിന്നെ സ്പൈറൽ ഷേപ്ഡ് ആയിരിക്കും, ലോങ് ഹെലിക്കൽ ഷേപ്ഡ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. സ്പൈറില സ്പീഷീസും സ്പൈറോകീറ്റ്സും ഒക്കെയാണ് അതിന് എക്സാമ്പിൾ വരിക. കോമ ഷേപ്പ്, കോമ സിമ്പിളി ഒരു കോമയുടെ ഷേപ്പിൽ കാണും. അതിന് എക്സാമ്പിൾ ആണ് വിബ്രിയോ സ്പീഷീസ്. ഇനി ബാക്കി വരുന്ന ഷേപ്പുകൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഫിലമെന്റസ്. ഫിലമെന്റ് പോലെ കാണുന്നതുണ്ട്, അതിന് ആക്ടിനോ ബാക്ടീരിയ ആണ് എക്സാമ്പിൾ വരാം. സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, അത് സ്റ്റെല്ല എന്ന് പറയും. സ്റ്റെല്ല സ്പീഷീസ് ഒക്കെ സ്റ്റാർ ഷേപ്ഡ് ആണ്. അപ്പൻഡേജ് ഓർ ബഡ്ഡിങ് പോലെ ഇരിക്കും ബാക്ടീരിയ കാണുമ്പോൾ, ബഡ് പോലെ ഇരിക്കുന്ന ബാക്ടീരിയ കാണും. അതാണ് റോഡോ മൈക്രോബിയം എന്ന് പറയുന്നത്. പിന്നെ പ്ലിയോമോർഫിക് ആണ്, പല ഷേപ്പുകളിലായിട്ടായിരിക്കും കാണുക. കാരണം നമ്മൾ ബൈക്കോപ്ലാസ്മയാണ്, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എ സെൽ വാൾ. അവർക്ക് സെൽ വാൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ദേ ആർ പ്ലിയോമോർഫിക്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അവർക്ക് പല ഷേപ്പിലായിട്ട് കാണും. പിന്നെ ചൈനീസ് ലെറ്റർ ലൈക്ക് വരും, അതിന് എക്സാമ്പിൾ ആണ് കോർണി ബാക്ടീരിയം. നമ്മളെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇതാണ് ചൈനീസ് ലെറ്റർ ലൈക്ക്, ദാറ്റ് ഇസ് കോർണി ബാക്ടീരിയം സ്പീഷീസ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസ്ഡ് ഓൺ ദ മോർഫോളജി വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. നമുക്ക് വരുന്നത് കോക്കസ്, ബാസിലസ്, സ്പൈറില, പിന്നെ വിബ്രിയോ, പിന്നെ അതർ ഷേപ്ഡ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലബ് റോഡ് ആയിട്ടുണ്ട്, വിബ്രിയോ ഉണ്ട്, സ്പൈറിലം, ഹെലിക്കൽ ഫോം കാണും, സ്പൈറോകീറ്റ് ആയിട്ട് കാണാറുണ്ട്, ഫിലമെന്റസ് ആയിട്ടുള്ള ബാക്ടീരിയ വരുന്നുണ്ട്. അങ്ങനെ പല ഷേപ്പിലായിട്ട് ബാക്ടീരിയകൾ കാണും. ഇനി നമുക്ക് വരുന്നത് ഓക്സിജൻ റിക്വയർമെന്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് എയറോബിക് ബാക്ടീരിയ, അതായത് ഓക്സിജനിൽ സർവൈവ് ചെയ്യുന്നവരെയാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എയറോബ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം അവർക്ക് ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സ്ട്രിക്ട്ലി അവരെന്തായിരിക്കും, എയറോബിക് ആയിരിക്കും. ഇനി ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് ഉണ്ട്. ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ ഉള്ള എൻവയോൺമെന്റിലും ഓക്സിജൻ ഇല്ലാത്ത എൻവയോൺമെന്റിലും, ഓക്സിജനിക് ആൻഡ് അനോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതാണ് ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ് എന്ന് പറയും. ഇനി അനേറോബിക് ബാക്ടീരിയ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഓക്സിജന്റെ ആബ്സെൻസിലാണ് അവർ സർവൈവ് ചെയ്യുക. ഇനി എയറോ ടോളറന്റ് ആയിട്ടുള്ള അനേറോബ്സ് ഉണ്ട്, അതായത് അവർ ഓക്സിജൻ അവർക്ക് ആവശ്യമില്ല, പക്ഷെ ഓക്സിജൻ ഉണ്ടെന്ന് കരുതി അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് എയറോ ടോളറന്റ് അനേറോബ്സ് എന്ന് വിളിക്കാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മൈക്രോ എയറോഫൈൽസ് ഉണ്ട്. മൈക്രോ എയറോഫൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർക്ക് ഓക്സിജൻ ആവശ്യമാണ്, പക്ഷെ സ്മോൾ എമൗണ്ടിലാണ് ആവശ്യം. ഒരു ലാർജ് എമൗണ്ടിൽ ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അത് ഹാംഫുൾ ആയിരിക്കും. So they requires oxygen to survive, but at concentration much lower than atmospheric level. ഹൈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാംഫുൾ ആയിട്ട് മാറും. അതാണ് ഓക്സിജൻ റിക്വയർമെന്റിൽ വരുന്ന എയറോബിക്, ഫാക്കൽറ്റേറ്റീവ് എയറോബ്സ്, അനേറോബിക് ബാക്ടീരിയ, എയറോ ടോളറന്റ് അനേറോബ്സ് ഉണ്ട്, മൈക്രോ എയറോഫൈൽസ് ഉണ്ട്. ഇനി ഒപ്റ്റിമം ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് സൈക്രോഫൈൽസ്. സൈക്രോഫൈൽസ് എന്ന് പറയുന്നത് ഒരു ബിലോ 15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 15 ഡിഗ്രി മുതൽ ബിലോ 15 ഡിഗ്രി സെൽഷ്യസിൽ സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് സൈക്രോഫൈൽസ്. മീസോഫൈൽസ് ഉണ്ട്, അവർ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ ഇല്ലേ, അതായത് 15 to 45 ഡിഗ്രി സെൽഷ്യസിൽ സർവൈവ് ചെയ്യുന്നവരാണ് ഈ മീസോഫൈൽസ് എന്ന് പറയുന്നത്. തെർമോഫൈൽസ് ഉണ്ട്, എബോവ് 45 ഡിഗ്രി സെൽഷ്യസ് ആണ് തെർമോഫൈൽസ്.
ഇനി ഹൈപ്പർ തെർമോഫൈൽസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എബോവ് 80 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നവരെയാണ് ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് വിളിക്കും. അപ്പം ഒപ്റ്റിമം ടെമ്പറേച്ചർ അറ്റ് 15 ഡിഗ്രി ഓർ ബിലോ വരുന്നതാണ് സൈക്രോഫൈൽസ്. മീസോഫൈൽസ് എന്ന് പറയുമ്പോൾ 15 45 ഡിഗ്രി സെൽഷ്യസിനെയാണ് ബിറ്റ്വീന് വരുന്നവരായിരിക്കും. തെർമോഫൈൽസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലജല, ഫ്ലജലയുടെ അറേഞ്ച്മെന്റ് അനുസരിച്ച് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. അട്രിക്കസ് ഉണ്ട്, അതായത് ഫ്ലജല ഇല്ലാത്ത ബാക്ടീരിയനെയാണ് അട്രിക്കസ് എന്ന് വിളിക്കുക. ദേ ഡു നോട്ട് ഹാവ് ഫ്ലജല. മോണോട്രൈക്കസ് ഉണ്ട്. മോണോട്രൈക്കസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഫ്ലജല ആയിരിക്കും കാണുക ഒരു എൻഡിലായിട്ട്. ഓക്കെ. ലോഫോട്രൈക്കസ് ഉണ്ട്. ലോഫോട്രൈക്കസ് എന്ന് പറയുമ്പോൾ ഒരു എൻഡിൽ തന്നെ ഒരുപാട് ഫ്ലജല അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ലോഫോട്രൈക്കസ്. സോ ദ ബാക്ടീരിയ വിത്ത് മൾട്ടിപ്പിൾ ഫ്ലജല അറ്റ് വൺ എൻഡ്. ആംഫിട്രൈക്കസ് ഉണ്ട്. ആംഫി എന്ന് പറയുമ്പോൾ രണ്ട് എൻഡിലായിട്ടും വരുന്നതാണ്, രണ്ട് എൻഡുകളിലായിട്ടും ഫ്ലജല കാണും. പെരിട്രൈക്കസ്, പെരിട്രൈക്കസ് എന്ന് പറയുമ്പോൾ ബോഡി ഫുൾ ആയിട്ട് എന്ത് കാണും? ഫ്ലജല കാണും. ഓക്കെ. സോ അതാണ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫ്ലജല. അപ്പം അട്രിക്കസ് ഉണ്ട്, ഫ്ലജല ഇല്ലാത്തത്. മോണോട്രൈക്കസ് ഒരു ഫ്ലജല ഒരു എൻഡിലായിട്ട് കാണാം. ലോഫോട്രൈക്കസ് മൾട്ടിപ്പിൾ ഫ്ലജല ഒരു എൻഡിലായിട്ട് കാണും. ആംഫിട്രിക്കസ് രണ്ട് എൻഡിലായിട്ടും ഫ്ലജലാസ് വരും. പെരിട്രൈക്കസ് അത് ബോഡി ഫുൾ ആയിട്ട് എന്ത് വരും? എല്ലാ ഡയറക്ഷനിലേക്കും ഫ്ലജല വരും. സോ മോണോട്രൈക്കസ് നമുക്ക് കാണുന്നതാണ് ഈ ഒരു എൻഡിലായിട്ട് മാത്രം കാണും. ലോഫോട്രൈക്കസ് ഒരു എൻഡിൽ തന്നെ ഒരു ടഫ് ഫ്ലജലാണ് കാണുക. ആംഫിട്രിക്കസ് രണ്ട് എൻഡിലായിട്ട് വരും. പെരിട്രിക്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട പോലെ ആ ബോഡി ഫുള്ളായിട്ട് കാണും. ഓക്കെ. അപ്പോൾ നോക്കിയേ, അട്രിക്കസ് ഫ്ലജല ഇല്ലാത്തത് മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രിക്കസ് ആൻഡ് പെരിട്രൈക്കസ്. ഇനി ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട് ക്ലാസിഫിക്കേഷൻ. ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, അതായത് അവരുടെ തന്നെ വേണ്ട ഫുഡ് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. സോ ദേ സിന്തസൈസ് ദെയർ ഓൺ ഓർഗാനിക് ഫുഡ് യൂസിങ് ഇൻഓർഗാനിക് റോ മെറ്റീരിയൽ. അതിൽ തന്നെ ഫോട്ടോ ഓട്ടോട്രോഫ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യും? സൺലൈറ്റ് എനർജി സോഴ്സ് ആയിട്ട് വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കും. അതാണ് ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. കീമോ ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പം അവർ നേരത്തെ സൺലൈറ്റ് ആണ് എനർജി സോഴ്സ് എങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇൻഓർഗാനിക് ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിനെ ഓക്സിഡൈസ് ചെയ്തിട്ടായിരിക്കും എനർജി എടുക്കുക. ലൈക്ക് അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ് ഒക്കെ ഓക്സിഡൈസ് ചെയ്തിട്ടായിരിക്കും അവർ എനർജി എടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ സോഴ്സ് ആയിട്ട് വരിക. അങ്ങനെയുള്ളവരെയാണ് കീമോ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുക. ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ഫുഡ് അവർക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. സോ പ്രീ മെയ്ഡ് ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് അവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. അതായത് അവർ എന്ത് ചെയ്യും? ഡെഡ് ആൻഡ് ഡിക്കേ മാറ്റേഴ്സിൽ നിന്നായിരിക്കും അവർക്ക് വേണ്ട ഫുഡ് എടുക്കുക. പാരസൈറ്റിക് ബാക്ടീരിയ അവരെന്ത് ചെയ്യും? വേറെ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ സർവൈവ് ചെയ്യുകയാണ് ചെയ്യുക. ഇൻസൈഡ് അല്ലെങ്കിൽ അവരുടെ സർഫസിലായിട്ട് ഗ്രോ ചെയ്തിട്ട് അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് എടുക്കും. അങ്ങനെ ഹാംഫുള്ളും ആയിരിക്കും. ഓക്കെ. സിംബയോട്ടിക് ബാക്ടീരിയ ഉണ്ട്. അതായത് എന്തായിരിക്കും? വേറൊരു ഓർഗാനിസവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് സർവൈവ് ചെയ്യുന്ന ആൾക്കാർ കാണും. ഇപ്പൊ രണ്ടാൾക്കാരും എന്തായിരിക്കും? ബെനഫിഷ്യൽ ആയിട്ട് കാണും. ഓക്കെ. ലൈക്ക് നമുക്ക് റൈസോബിയം, അതൊരു ബാക്ടീരിയ ആണ്. ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട് നോഡ്യൂൾസിൽ കാണും. അതായത് നൈട്രജൻ ഫിക്സേഷനിൽ അവർ ഹെൽപ്പ് ചെയ്യും. സോ അതാണ് സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി ഫോട്ടോ ഹെറ്ററോട്രോഫ്സ് ഉണ്ട്. ഫോട്ടോ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ യൂസ് സൺലൈറ്റ് ഫോർ എനർജി. ബട്ട് അവർക്ക് എന്ത് വേണം? ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും അവർ എന്തായിട്ട് എടുക്കുക? കാർബൺ സോഴ്സ് ആയിട്ട് എടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കില്ല. അതാണ് ഫോട്ടോ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത്. ഇനി കീമോ ഹെറ്ററോട്രോഫ്സ് ഉണ്ട്. ഇവിടെ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും അവരുടെ കാർബൺ ആൻഡ് എനർജി സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയയും ഈ കീമോ ഹെറ്ററോട്രോഫ്സിന്റെ അണ്ടറിലായിട്ടാണ് വരിക. യൂഷ്വലി നമ്മൾ പറയുമ്പം ഹെറ്ററോട്രോഫ്സിന്റെ അണ്ടറിലാണ് ഈ മോസ്റ്റ് ഡിസീസ് കോസിങ് ബാക്ടീരിയ വരിക. അതിൽ തന്നെ കീമോ ഹെറ്ററോട്രോഫിന്റെ അണ്ടറിലാണ് കൂടുതൽ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയിൽ വരുന്നത്? നമ്മൾ പല ക്ലാസിഫിക്കേഷൻസ് നോക്കി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മോർഫോളജി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുക. അതായത് എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. എന്താണ് ഷേപ്പ്, അതിൻ്റെ എക്സാമ്പിൾ, അത് മാത്രം നിങ്ങൾ പഠിക്കുക. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ടേംസ് എന്താണ്, ആ ടേം ഇപ്പം സൈക്രോഫൈൽസ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് അടുത്ത സെക്ഷനായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.